പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശു മരിച്ച കേസിൽ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സംഭവസ്ഥലത്തേക്ക് ഈ യുവതിയെ എത്തിച്ചിരിക്കുകയാണ്. സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. നേരത്തെ ഇവർ ചികിത്സയിലായിരുന്നു. അതിനുശേഷം പ്രാഥമികമായൊരു ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി. അതിനുശേഷം ഈ സംഭവം നടന്ന കൊടും ക്രൂരത നടന്ന ആ വീട്ടിലേക്ക് അവരെ എത്തിച്ചിരിക്കുകയാണ്. രണ്ട് കാര്യങ്ങളിലായിരുന്നു പോലീസിന് സംശയമുണ്ടായിരുന്നു. ഒന്ന്, ഈ നവജാത ശിശു തലയ്ക്ക് ക്ഷതമേറ്റാണ് ആ കുഞ്ഞിന് മരണം സംഭവിച്ചിരിക്കുന്നത്. അത് ഈ യുവതി വീണതിനിടയിൽ പരിക്കേറ്റതാണോ അതോ അടുത്ത വീട്ടിലേക്ക്, അടുത്ത പറമ്പിലേക്ക് ഈ കുഞ്ഞിനെ വലിച്ചെറിയുന്നതിനിടയിൽ ഏറ്റ പരിക്കാണോ എന്നുള്ളതായിരുന്നു. എന്തായാലും തലക്കേറ്റ ക്ഷതമാണ് ഈ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തിയാണ് അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുഹൃത്തിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നുണ്ട്. വി ജയശങ്കർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, ഇപ്പോൾ ഈ യുവതിയുമായി തെളിവെടുപ്പിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. പുതിയ വിവരങ്ങൾ എങ്ങനെ? അല്പസമയം മുമ്പാണ് 21-കാരിയുമായി പോലീസ് മെഴുവേലിയിലെ വീട്ടിൽ എത്തിയിരിക്കുന്നത്. നിലവിൽ വീടിനുള്ളിൽ പെൺകുട്ടിയെ തെളിവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ വീട്ടിനുള്ളിൽ വെച്ചാണ് ഈ പെൺകുട്ടി പ്രസവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാണ്. നിലവിൽ വീടിൻ്റെ വാതിലും ജനലും ഉൾപ്പെടെ അടച്ചുകൊണ്ടാണ് ഈ പോലീസിൻ്റെ ഒരു തെളിവെടുപ്പ്. നമുക്ക് അത്യാവശ്യം ദൃശ്യങ്ങൾ ജനലിലൂടെ കാണാൻ സാധിക്കും. പോലീസ് ഉദ്യോഗസ്ഥരകത്തുണ്ട്, ഈ പെൺകുട്ടി ഉള്ളിലുണ്ട്. ഈ പെൺകുട്ടിയുടെ മുഖം ഉൾപ്പെടെ മൂടിക്കൊണ്ടാണ് പോലീസ് സംഘം മെഴുവേലിയിലെ വീട്ടിലും ഒപ്പം തന്നെ ഈ മൃതദേഹം, ഈ കുട്ടിയുടെ മൃതദേഹം കണ്ട പറമ്പിലേക്കും ഇത്തരത്തിലൊരു പരിശോധനയ്ക്കായി എന്തായാലും പോലീസ് എത്തിയിരിക്കുന്നത്. വളരെ ദാരുണമായ ഒരു മരണമായിരുന്നു കുട്ടിയുടെ. കാരണം മരിച്ച് 2 ദിവസത്തിനുള്ളിലാണ് ഇത്തരത്തിലൊരു ജഡം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഈ പെൺകുട്ടി ഗർഭിണിയായി പ്രസവിച്ച ശേഷം ചെങ്ങന്നൂരിലെ ആശുപത്രിയിലെത്തി. ആ ആശുപത്രിയിൽ ഡോക്ടറുടെ അടുത്ത് രക്തസ്രാവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചികിത്സ നേടിയത്. ആ ഘട്ടത്തിൽ ഡോക്ടർമാർക്ക് തോന്നിയ സംശയം, അതിൽ നിന്നുള്ള കൂടുതൽ ചോദ്യങ്ങൾ, അങ്ങനെയാണ് ഇത്തരത്തിൽ ഗർഭം ധരിച്ചെന്നും കുഞ്ഞിനെ അടുത്ത പറമ്പിൽ ഉപേക്ഷിച്ചെന്നും ഡോക്ടർമാരുടെ അടുത്ത് വെളിപ്പെടുത്തിയത്. അങ്ങനെയാണ് ആ ഡോക്ടറാണ്, ചെങ്ങന്നൂർ ആശുപത്രിയിലെ ഡോക്ടർ ലക്ഷ്മിയാണ് പിന്നീട് പോലീസിന് ഈ വിവരം കൈമാറുകയും ചെയ്യുന്നത്. ഒടുവിൽ മെഴുവേലിയിലെ വീട്ടിൽ ഇലവന്തിട്ട പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ ഈ വീട്ടിലെ അടുത്ത പറമ്പിൽ കുട്ടിയുടെ ജഡമാണ് കണ്ടെത്തിയത്. അങ്ങനെ അത്തരത്തിലായിരുന്നു സാഹചര്യം. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ നരഹത്യാ കുറ്റം ചുമത്താനായിരുന്നു ആലോചന എങ്കിൽ കൂടി കുറച്ചധികം തെളിവുകളും മൊഴികളും ഒക്കെ ലഭിച്ചതോടുകൂടി ഇത് കൊലക്കുറ്റമാക്കുകയായിരുന്നു. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ സ്ഥലത്തുകൂടിയാണ് ഈ പെൺകുട്ടി രാത്രി പ്രസവിച്ചതിന് ശേഷം നടന്നു വരികയും അതിനുശേഷം ആ ദൃശ്യങ്ങൾ കാണുന്ന ശുചിമുറിയിൽ കയറി അവിടെ വെച്ച് കുട്ടി വീണു എന്നൊരു മൊഴി ഈ പെൺകുട്ടി പോലീസിന് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് തലയിൽ മുറിവ് പറ്റിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഈ ശുചിമുറിയിൽ പോയി ശേഷം പൊക്കിൾ കൂടി മുറിച്ച ഈ ദൃശ്യങ്ങൾ കാണുന്ന ആ മതിലിനപ്പുറമുള്ള പറമ്പിലേക്ക് ഉപേക്ഷിച്ചു എന്നാണ് പെൺകുട്ടിയുടെ മൊഴി. അത്തരത്തിൽ ഉപേക്ഷിക്കുന്ന ഘട്ടത്തിലാണ് തലയ്ക്ക് പൊട്ടലുണ്ടായത്, ക്ഷതം സംഭവിച്ചെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇവിടെയൊക്കെ ഈ പെൺകുട്ടിയെ കൊണ്ടുവന്ന് എന്തായാലും തെളിവെടുപ്പുണ്ടാവും. ഇപ്പോൾ വീടിനുള്ളിൽ പോലീസ് ഈ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് ഈ പെൺകുട്ടിയുടെ തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടുകാരോട് ഉൾപ്പെടെ ചോദ്യങ്ങൾ പോലീസ് എന്തായാലും ചോദിക്കും. വിശദമായി ഈ പെൺകുട്ടിയെയും ഒപ്പം തന്നെ വീട്ടുകാരെയും ഈ കേസിൽ ചോദ്യം ചെയ്യേണ്ടത് നിർണായകമാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട വീട്ടുകാർക്കോ ഇല്ലെങ്കിൽ നാട്ടുകാർക്കോ ആർക്കും താൻ ഗർഭിണിയായ വിഷയമോ പ്രസവിച്ച കാര്യമോ അറിയില്ല എന്നാണ് പെൺകുട്ടി നൽകിയിരുന്ന മൊഴി. ആ മൊഴി പോലീസ് ഇതുവരെ വിശ്വാസത്തിലെടുത്തിട്ടില്ല. ആ വീട്ടുകാരും സമാനമായ രീതിയിൽ ഇക്കാര്യത്തെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നു. പക്ഷെ അപ്പോൾ പോലും ഒരു പ്രസവവേദന ഉൾപ്പെടെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത് ആരും അറിയാതെ എങ്ങനെ മറച്ചു വെക്കാനാകുമെന്നൊരു ചോദ്യം പോലീസിന് മുന്നിൽ ഉണ്ട്. അവർ ആ ചോദ്യം ഈ കുട്ടിയോട് ഉൾപ്പെടെ ചോദിക്കും. ഇന്നാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായ പെൺകുട്ടിയെ ചെങ്ങന്നൂരിലെത്തി ഇലവന്തിട്ട പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം പത്തനംതിട്ടയിൽ കൊണ്ടുവന്നു. ഇലവന്തിട്ട സ്റ്റേഷനിൽ പ്രാഥമികമായി ചോദ്യം ചെയ്തതിനു ശേഷം നേരെ വീട്ടിലേക്ക് തെളിവെടുപ്പിനായി, കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവരികയാണ്. എന്തായാലും കൊലപാതക കുറ്റമാണ് ഈ സ്ത്രീക്കെതിരെ നിലവിൽ ചുമത്തിയിരിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഈ അന്വേഷണം. എന്തായാലും മറ്റ് വകുപ്പുകളും ഇവർക്കെതിരെ ഇതാവും. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ സ്ഥലത്തു കൂടിയാണ് അന്ന് ഈ പെൺകുട്ടി പ്രസവിച്ച ശേഷം ഈ 2 വയസ്സുള്ള പെൺകുഞ്ഞുമായി നടന്നു നീങ്ങിയത്. അങ്ങനെ നടന്നു നീങ്ങി മതിലിനപ്പുറത്തേക്കുള്ള അടുത്ത വീട്ടിലെ പറമ്പിൽ ഈ കുട്ടിയെ ഉപേക്ഷിക്കുകയായിരുന്നു. ഈ ചെങ്ങന്നൂർ ആശുപത്രിയിൽ ചികിത്സ തേടി അവിടുത്തെ നേഴ്സിനോടാണ് ഇത്തരത്തിൽ പ്രസവിച്ചെന്നും കുഞ്ഞിനെ അടുത്ത വീട്ടിലെ പറമ്പിൽ ഉപേക്ഷിച്ചു എന്ന വിഷയം പെൺകുട്ടി വെളിപ്പെടുത്തുന്നത്. അങ്ങനെ ഡോക്ടർമാർ ആണ് പോലീസിന് വിവരം അറിയിക്കുന്നത്. പോലീസ് എത്തി നോക്കിയപ്പോഴേക്കും കുഞ്ഞ് മരിച്ചിരുന്നു. 2-3 ദിവസത്തെ പ്രായം മാത്രമാണ്
കുഞ്ഞിന് എന്തായാലും കണക്കാക്കിയിരുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് കണ്ടെത്തുകയും ചെയ്തു. പിന്നാലെയാണ് എന്തായാലും ഈ പെൺകുട്ടിക്കെതിരെ ഇന്ന് രാവിലെ കൊലക്കുറ്റം ചുമത്തുന്നു, പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, തെളിവെടുപ്പിനായി കൊണ്ടുവരുന്നു. അങ്ങനെയാണ് എന്തായാലും വീടിനുള്ളിൽ തെളിവെടുപ്പ് ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. വീടിനുള്ളിൽ പോലീസ് മാതാപിതാക്കളുടെ ഉൾപ്പെടെ സാന്നിധ്യത്തിൽ ഇരുന്നുകൊണ്ട് പെൺകുട്ടിയുടെ മൊഴി കാര്യങ്ങൾ ചോദിച്ചറിയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ മാതൃത്വത്തിന് തന്നെ വലിയ അപമാനമായ, വലിയ കേരളത്തിന് ഒട്ടാകെ വലിയ ദുഃഖം സമ്മാനിക്കുന്നൊരു വാർത്തയിലാണ് ഇപ്പോഴെന്തായാലും ഇത്തരത്തിൽ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സ്ഥലത്താണ് ഇത്തരത്തിൽ ഈ കുട്ടിയെ കൊണ്ടുവരികയും ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നത്. വലിയ ക്രൂരതകൾ, ആ ഒരു പിഞ്ചു കുഞ്ഞ് ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വലിയ വേദനയും ക്രൂരതയും ഒക്കെ അനുഭവിച്ചത് ഈ സ്ഥലത്ത് വെച്ചായിരുന്നു. സഞ്ജയ്, ക്യാമറ കുറച്ചുകൂടി ദൃശ്യങ്ങൾ കാണിക്കും. കാരണം ഈ വഴിയിലൂടെ ഇങ്ങനെ നടന്ന ഈ ദൃശ്യങ്ങൾ കാണുന്ന മതിലിനപ്പുറത്തേക്കാണ് ഈ കുട്ടിയെ ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്താണ് പോലീസ് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഈ മതിലിനപ്പുറത്തേക്ക് കുട്ടിയെ വലിച്ചെറിഞ്ഞു എന്നാണ് ഈ 21-കാരി പോലീസിന് നൽകിയിരുന്ന മൊഴി. ആ വലിച്ചെറിയുന്ന ആഘാതത്തിൽ, എറിയലിൻ്റെ ആഘാതത്തിലാണ് ഇത്തരത്തിൽ കുഞ്ഞിന് ക്ഷതമേറ്റതെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ പെൺകുട്ടിയുടെ മൊഴി നേരെ തിരിച്ചാണ്. ഈ ശുചിമുറിയിൽ വെച്ച് പൊക്കിൾ കൂടി മുറിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ കുഞ്ഞ് നിലത്ത് വീണതെന്നാണ് പെൺകുട്ടി നൽകിയിരുന്ന മൊഴി. പക്ഷേ അത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. എന്തായാലും കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നു. പോലീസ് ഇന്ന് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി കോടതിക്ക് മുന്നിൽ ഹാജരാക്കാനാണ് നിലവിൽ ആലോചിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഈ സ്ഥലം ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഈ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ സ്ഥലം, ഒപ്പം തന്നെ ഈ കുഞ്ഞിൻ്റെ മരണം ഉൾപ്പെടെ നടന്നത് ഈ ഒരു സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായൊരു സ്ഥലത്താണ്. അവിടെയാണ് ഇപ്പോൾ എന്തായാലും പോലീസ് സംഘം എത്തി തെളിവെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്ന അല്പസമയത്തിനകം തന്നെ ഈ സ്ഥലത്തെത്തി പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തും. നിലവിൽ വീടിനുള്ളിൽ പെൺകുട്ടിയെയും മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇരുത്തിക്കൊണ്ട് പോലീസ് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. അതൊരു സമാന്തരമായി മൊഴിയെടുപ്പ് തന്നെയാണ്. കാരണം ഈ കുട്ടി ജനിച്ച കാര്യം ഉൾപ്പെടെ വീട്ടുകാർക്ക് അറിയില്ല എന്നാണ് പെൺകുട്ടി നൽകിയിരുന്ന മൊഴി. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഉൾപ്പെടെ കൃത്യമായൊരു വ്യക്തത വേണം. അതിനുള്ള കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാക്കി പെൺകുട്ടിയെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായൊരു ജയശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട മെഴുവേലിയിൽ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അവിവാഹിതയായ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം സംഭവ സ്ഥലത്തെത്തിച്ച് ഈ കൃത്യം നടന്ന സംഭവ സ്ഥലത്തെത്തിച്ച് ഇപ്പോൾ അന്വേഷണ സംഘം തെളിവെടുക്കുകയാണ്. ഇലവന്തിട്ട പോലീസാണ് യുവതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നത്. നേരത്തെ അമിത രക്തസ്രാവത്തെ തുടർന്ന് ചെങ്ങന്നൂരിലെ ആശുപത്രിയിലെത്തിയ യുവതി ചികിത്സയൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം പോലീസ് പ്രാഥമികമായി അവരിൽ നിന്ന് വിവരങ്ങൾ തേടുന്ന നടപടിയിലേക്ക് കടന്നിരുന്നു. അതിനുശേഷം വിശദമായ തെളിവെടുപ്പിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നാടിനെ നടുക്കിയ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച് നിർത്തിയ ഒരു വാർത്തയുടെ വിശദാംശങ്ങളാണത്. ചേമ്പിലയിൽ പൊതിഞ്ഞ നിലയിലാണ് കുഞ്ഞിൻ്റെ മൃതദേഹം സമീപത്തെ പറമ്പിൽ നിന്ന് കണ്ടെത്തിയത്. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു. വീട്ടിലെ മുറിയിൽ പ്രസവിച്ച ശേഷം കുഞ്ഞിനെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ തലയടിച്ചാണ് കുഞ്ഞിന് മരണം സംഭവിച്ചത് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. പ്രസവം നടന്ന കാര്യം ആദ്യഘട്ടത്തിൽ, ഈ ചികിത്സ തേടുന്ന ഘട്ടത്തിലൊന്നും ഈ യുവതി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് നഴ്സിനോട് അവർ ആ കാര്യം വിശദീകരിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് മെഴുവേലിയിൽ അമ്മയുടെ വീടിൻ്റെ പിന്നിലെ പറമ്പിൽ ഈ നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. കാമുകനാണ് ഗർഭത്തിന് ഉത്തരവാദി എന്ന് ഈ യുവതി പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴവിടെ ആ സംഭവ സ്ഥലത്ത് തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. AV ജയശങ്കർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.